Features of third world countries or developing countries. മൂന്നാം ലോക രാജ്യങ്ങളിലെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ സെക്കൻഡ് യൂണിറ്റ് സിലബസിലെ സെക്കൻഡ് യൂണിറ്റ്. പക്ഷേ എസ് എ മറ്റേ എസ് എ ആയിട്ട് പോകുന്നത്. സോ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ റിയാലിറ്റീസ് ഓഫ് മോഡേൺ വേൾഡ് ഈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് തേർഡ് വേൾഡ് നേഷൻ. അപ്പോൾ ആധുനിക ലോക രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് തേർഡ് വേൾഡ് നേഷൻസിൻ്റെ എമർജൻസാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് തേർഡ് വേൾഡ് എന്ന് പറയുന്ന വാക്കുണ്ടായത് പോസ്റ്റ് വേൾഡ് വാർ പീരീഡിലാണ്. അതായത് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടം 45-ലാണ് രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായ സംഘടനയാണ് ഏതാ? യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. ഹിസ്റ്ററിയിൽ പഠിക്കാം. അപ്പോൾ 1950-കളിലാണ് എന്താ തേർഡ് വേൾഡ് എന്ന് പറയുന്ന വാക്ക് എന്ത് ചെയ്യുന്നത്? എമർജ് ചെയ്യുന്നത്. അതായത് these nations are the third elements in the world power structure. ഫസ്റ്റ് വേൾഡ് ഉണ്ട്, സെക്കൻഡ് വേൾഡ് ഉണ്ട്, തേർഡ് വേൾഡ് ഉണ്ട്. അപ്പോൾ ലോകത്തിൽ നമുക്ക് രാജ്യങ്ങളെ ഡെവലപ്ഡ് കൺട്രി, ഡെവലപ്പിംഗ് കൺട്രി, അൺഡെവലപ്ഡ് കൺട്രി ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് എന്ത് ചെയ്യാം? തരംതിരിക്കാം. അതിൽ ഡെവലപ്പിംഗ് കൺട്രീസ് ആണ് എന്ന് പറയുന്നത് തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറയുന്നത്. സോ ദേ ആർ എമോസ്റ്റ് or they got independence after the second world war. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡെവലപ്പിംഗ് കൺട്രീസ് അല്ലെങ്കിൽ തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കൻ കോണ്ടിനെൻറ്റ് എക്സെപ്റ്റ് കാനഡ ആൻഡ് US. ഈ തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് പറയുകയാണ് അമേരിക്കൻ കോണ്ടിനെൻറ്റിലെ. അതായത് അമേരിക്ക 3 ഭാഗമാണ് അറിയാമല്ലോ. നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, സെൻട്രൽ അമേരിക്ക. അതിൽ അമേരിക്കൻ കോണ്ടിനെൻറ്റിൽ തന്നെ എന്താണ് കാനഡയും USA ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളും, പിന്നെ മോസ്റ്റ് ഓഫ് ദി ഏഷ്യൻ ആൻഡ് ആഫ്രിക്കൻ കൺട്രീസ്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളുമാണ് ഏത് പറയപ്പെടുന്നത്? തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറയപ്പെടുന്നത്. അക്കോർഡിംഗ് ടു ദ ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻറ്റ് കമ്മിറ്റി ഓഫ് ദി ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. അതായത് ആരുടെ അഭിപ്രായ പ്രകാരമാണ്? ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻറ്റ് കമ്മിറ്റി ഓഫ് ദി ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ അഭിപ്രായ പ്രകാരമാണ് എന്താ ഈ തേർഡ് വേൾഡ് കൺട്രീസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അമേരിക്കൻ കോണ്ടിനെൻറ്റിൽ കാനഡയും അമേരിക്കയും ഒഴികെ വരുന്ന എല്ലാ രാജ്യങ്ങളും, ഏഷ്യയിലെയും ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ്സിലെയും, ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് പറയാം ലാറ്റിൻ അമേരിക്കൻ കൺട്രീസും ഇതിൻ്റെ ഭാഗമാണ്. തേർഡ് വേൾഡ് കൺട്രീസിൻ്റെ ഭാഗമാണ്. അതെന്തുകൊണ്ടാണ് ലാറ്റിൻ അമേരിക്കൻ കൺട്രി ഇപ്പോൾ വന്നെന്ന് പറയുന്നത്? ലാറ്റിൻ അമേരിക്കൻ കൺട്രി നമ്മൾ ഈ പോസ്റ്റ് കോൾഡ് വാർ 1991 ശേഷം വേൾഡ് വാർ ഇഷ്യൂ അവസാനിച്ചതിന് ശേഷം ഈ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന കുറേ രാജ്യങ്ങളുണ്ട്. ബാൾട്ടിക് റിപ്പബ്ലിക്, ലാത്വിയ, ലിത്വാനിയ, എസ്തോനിയ, ഉക്രൈൻ, അതൊക്കെ ലാറ്റിൻ അമേരിക്കൻ അതിനകത്ത് കോണ്ടിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ ഉക്രൈൻ, പിന്നെ ചെക്ക്, റഷ്യയുടെ ഭാഗമായിട്ട് റഷ്യയുടെ ഭാഗമായിരുന്നു. ചെക്കോസ്ലോവാക്യ, ഇപ്പം ചെക്കും സ്ലോവാക്യ, റുമേനിയ, ഹംഗറി, പോളണ്ട് ഇതൊക്കെ ഇതിനകത്ത് ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാം നമ്മൾ തേർഡ് വേൾഡ് കൺട്രീസിൻ്റെ കൂട്ടത്തിലാണ് പഠിച്ചിരിക്കുന്നത്. സോ ദീസ് കൺട്രീസ് ഫേസ് സോ മെനി പ്രോബ്ലംസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ആർ പോവേർട്ടി, പുവർ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, malnutrition, overpopulation and unemployment, low-level agriculture development, poor transport and communication, illiteracy, poor use of science and technology, trend towards urban migration, declining role of women, and traditionalism versus modernism. ഈ തേർഡ് വേൾഡ് കൺട്രീസ് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പോവർട്ടി, ദാരിദ്ര്യം, പുവർ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, അതായത് ദേശീയ ഉൽപ്പാദനത്തിൻ്റെ അളവിലുണ്ടാവുന്ന കുറവ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, ശിശുമരണം, ദെൻ മാൾ ന്യൂട്രീഷ്മെൻറ്റ് അല്ലെങ്കിൽ മാൾ നറിഷ്മെൻറ്റ്, പോഷകാഹാരങ്ങളുടെ അഭാവം, ഓവർ പോപ്പുലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്, അമിതമായ ജനസംഖ്യയും തൊഴിലില്ലായ്മയും, ലോ ലെവൽ ഓഫ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്, കാർഷിക മേഖലയിലുള്ള വികാസത്തിൻ്റെ കുറവ്, പുവർ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മോശമായ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ, ഇലിറ്ററസി, നിരക്ഷരത, പുവർ യൂസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിൻ്റെ അപര്യാപ്തത, ട്രെൻഡ് ടുവേഴ്സ് അർബൻ മൈഗ്രേഷൻ, അർബൻ മൈഗ്രേഷനിലേക്കുള്ള, അതായത് നാഗരിക
മൈഗ്രേഷൻ മീൻസ് കുടിയേറ്റം, അവിടേക്കുള്ള ഒരു കുടിയേറ്റ പ്രവണത, സ്ത്രീകളുടെ പങ്കാളിത്തത്തിൻ്റെ കുറവ്, ദെൻ ട്രഡീഷണലിസം വേഴ്സസ് മോഡേണൈസേഷൻ, ആധുനികവൽക്കരണവും പരമ്പരാഗതവൽക്കരണവും തമ്മിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റ്, ഇതൊക്കെയാണ് തേർഡ് വേൾഡ് കൺട്രീസ് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്കതിൽ ഓരോന്ന് കാണണം. ഒന്നാമത് പോവേർട്ടി. സോ അക്യൂട്ട് പോവേർട്ടി ഈസ് എ പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ കൺട്രീസ്. അപ്പോൾ ഈ രാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് ഏതാ? തേർഡ് വേൾഡ് കൺട്രീസ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലമാണ് എന്താ? ദാരിദ്ര്യം എന്ന് പറയുന്നത്. സോ മോസ്റ്റ്ലി 60 to 50% ഓഫ് ദീസ് കൺട്രീസ് ആർ കാൾഡ് ഫോർത്ത് വേൾഡ് ഓർ ഹാവ് നോട്ട്സ്. ഈ തേർഡ് വേൾഡ് കൺട്രീസിൽ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. തേർഡ് വേൾഡും ഉണ്ട്, ഫോർത്ത് വേൾഡും ഉണ്ട്. അതായത് ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്, ഉള്ളവരും ഇല്ലാത്തവരും. അത് മാർക്സിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് അത്, ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്. അതായത് കാൾ മാർക്സ് വിഭാവനം ചെയ്ത മാർക്സിസം അറിയാലോ, കേട്ടിട്ടുണ്ടല്ലോ. ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രോളറ്റേറിയറ്റൊക്കെയാണ് ഉദ്ദേശം, തൊഴിലാളി വർഗ സർവാധിപതി. അത് ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം എത്തിക്കുക, സമൂഹത്തിലില്ലാതാക്കുക. അവിടെ ഞാൻ പറയാൻ കാര്യം, ഈ ഫോർത്ത് വേൾഡ് കൺട്രീസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഹാവ് നോട്ട് കൺട്രീസ് എന്നും. അതായത് പൂർണ്ണമായിട്ടും ദരിദ്രമായ രാജ്യങ്ങൾ എന്ത് ചെയ്യാം? ഈ ഫോർത്ത് വേൾഡ് കൺട്രീസിൽ പറയും. അതിൽ 50% ഈ തേർഡ് വേൾഡ് കൺട്രീസിൽ തന്നെയുള്ള 50 മുതൽ 60% വരുന്ന രാജ്യങ്ങൾ ഏതാണ്? ഫോർത്ത് വേൾഡ് കൺട്രീസ് ആണെന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഉഗാണ്ട, എത്യോപ്യ, ഇതേപോലെയുള്ള രാജ്യങ്ങളൊക്കെ എന്താ ഇപ്പോഴും പിന്നെ ഫോർത്ത് വേൾഡ് കൺട്രീസ് ആണ്. കാരണം സൊമാലിയ എവിടെയൊക്കെ വളരെയധികം ഉണ്ടാകും ദാരിദ്ര്യമുള്ള നാടാണ്. ദെൻ 1/4 ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ ലീവ് ഇൻ ദിസ് കൺട്രീസ്. അപ്പോൾ ഈ രാജ്യങ്ങളിലാണ് നമ്മുടെ ലോക ജനസംഖ്യയുടെ എന്താ കാൽഭാഗം. ലോകത്തിലിപ്പോൾ ഏകദേശം നമ്മൾ നോക്കുമ്പോൾ 800 കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ ലോകത്തിൽ മൊത്തം ഉള്ളത്. അതിൽ അതിൻ്റെ കാൽഭാഗം അധിവസിക്കുന്ന എവിടെയാണ്? ഈ രാജ്യങ്ങളിലാണ്. സോ സെവറൽ തേർഡ് വേൾഡ് കൺട്രീസ് ആർ ഓയിൽ പ്രൊഡ്യൂസേഴ്സ്. ഈ പല രാജ്യങ്ങളും എന്താണ്? ഓയിൽ പ്രൊഡ്യൂസേഴ്സാണ്. ബട്ട് ദെയർ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ദ പീപ്പിൾ ആർ പുവർ. അവിടെ ജനങ്ങളുടെ ജീവ നിലവാരം വളരെയധികം കുറവാണ്. കാരണം ഗ്രോയിങ് ഡെപ്റ്റ് ആൾസോ ഇൻക്രീസ് പവർട്ടി. കടക്കെണിയിലാണ് ഈ പല രാജ്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് തേർഡ് വേൾഡ് കൺട്രീസ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമായിട്ട് നമുക്ക് എന്ത് കാണാം? ദാരിദ്ര്യത്തെ പറയാം. സെക്കൻഡ് വൺ, പുവർ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, GNP എന്ന് നമ്മൾ പറയും. അതായത് GNP മീൻസ് ഗ്രോയിങ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആൻഡ് ദ ബാലൻസ് ഇൻ ഇൻകം റിസീവ്ഡ് ഫ്രം എബ്രോഡ്. അതായത് ഗ്രോയിങ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ആഭ്യന്തര ഉൽപ്പാദനങ്ങളുടെ വർധനം. നമ്മുടെ രാജ്യത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് നമ്മൾ പറയും, GDP എന്ന് നമ്മൾ പറയും. അപ്പോൾ അതും അതിൻ്റെ കൂടെ എന്താണ്? ബാലൻസ് ഇൻ ഇൻകം റിസീവ്ഡ് ഫ്രം എബ്രോഡ്. നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്യുന്ന ഇൻകവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ. സോ ദെയർ ആർ ഡിഫറൻസസ് ഇൻ ദ GNP ഓഫ് ഡെവലപ്ഡ് കൺട്രീസ് കമ്പയർഡ് ടു ദ ഡെവലപ്പിംഗ് കൺട്രീസ്. നമ്മൾ വികസിത രാജ്യവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വികസിത രാജ്യങ്ങൾ ഡെവലപ്ഡ് കൺട്രീസിലെ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൻ്റെ അളവ് എന്താണ്? കൂടുതലായിരിക്കും. അതായത് അവരുടെ പെർ ക്യാപിറ്റ ഇൻകം. സോ ദെയർ പെർ ക്യാപിറ്റ ഇൻകം ഇൻ 1995 1995 കണക്കനുസരിച്ച് 70,000 ആണ്. എവിടത്തെയാണ്? ഡെവലപ്ഡ് കൺട്രീസ്. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നിങ്ങൾ എക്കണോമിക്സിൽ പഠിക്കുന്നതാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലേ? പെർ ക്യാപിറ്റ ഇൻകം പഠിക്കുന്നതല്ലേ അതിനകത്ത്. പക്ഷേ ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു വ്യക്തിക്കുണ്ടാകുന്ന വരവാണ് എന്താ? പെർ ക്യാപിറ്റ. ഇപ്പോൾ 70,000 ആണ് ഡെവലപ്ഡ് കൺട്രീസിലെ കണക്കെന്ന് പറയുന്നത്. സോ ഇറ്റ് ഇൻക്രീസ്ഡ് അപ് ടു 1,50,000. അതെന്ത് ചെയ്യപ്പെട്ടു? 1,50,000 എന്താ ഇത് കൂടുകയുണ്ടായി. ബട്ട് ഇൻ ഇന്ത്യ ഇറ്റ് ഇൻക്രീസ്ഡ് ഫ്രം 170 to 260 ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പോൾ അവിടെ 1,50,000 വരെ വന്നു. പക്ഷേ ഇന്ത്യയിൽ എത്ര മുതൽ? 170 മുതൽ 260 വരെയുള്ള വളർച്ച മാത്രമേ എവിടെ ഉണ്ടായിട്ടുള്ളൂ? പെർ ക്യാപിറ്റ ഇൻകത്തിൽ ഇന്ത്യയിൽ എന്താ ഉണ്ടായിട്ടുള്ളത്? ഏതാ? 170 റുപ്പീസ് മുതൽ 260 വരെയാണ്. മറ്റിടത്ത് 70,000 മുതൽ 1,50,000 വരെ ഒരാളുടെ വരുമാനത്തിൽ ഡെവലപ്ഡ് കൺട്രീസിൽ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ ഇന്ത്യയിൽ വന്നപ്പോൾ എത്രയാണ്? 170 മുതൽ 260 വരെയുള്ള വ്യത്യാസമേ എന്താ വന്നു. അപ്പോൾ ഇന്ത്യയിൽ
GNPയും അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകവും എന്താണ് വളരെ കുറവാണ്. അപ്പോൾ അത് തേർഡ് വേൾഡ് കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലമാണ്. ഇനി അടുത്ത് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, ശിശു മരണനിരക്ക്. അതായത് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഈസ് ഹൈ ഇൻ ദ തേർഡ് വേൾഡ് കൺട്രീസ്. തേർഡ് വേൾഡ് കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ എന്താണ് ശിശു മരണനിരക്ക് എന്ന് പറയുന്നത് കൂടുതലാണ്. The two things needed for low infant mortality are resource and the political will for the protection of health is lacked by these countries. അപ്പോൾ രണ്ട് കാര്യങ്ങൾ വേണം നമുക്ക് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ത് ചെയ്യുവാൻ, കുറയ്ക്കുവാൻ. ഒന്ന്, രാജ്യത്തിലെ വിഭവങ്ങളുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ എന്താണ് ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള പൊളിറ്റിക്കൽ വിൽ, രാഷ്ട്രീയപരമായ താല്പര്യം അല്ലെങ്കിൽ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, ഹെൽത്ത് പ്രൊട്ടക്ഷൻ നടത്തണം. പക്ഷേ തേർഡ് വേൾഡ് കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ഒരു നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവണതകൾ തേർഡ് വേൾഡ് കൺട്രീസിൽ നടപ്പിലാക്കുന്നത്. അതായത് മോസ്റ്റ് ഓഫ് ദ പോപ്പുലേഷൻ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ആർ ഡിക്രീസ്. ഡെവലപ്പിംഗ് കൺട്രീസിലെ ജനസംഖ്യ ഇന്ന് കുറവുണ്ട്. ഡെവലപ്ഡ് കൺട്രീസായിട്ട് കാണും ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എവിടെയാണ്, ഡെവലപ്പിംഗ് കൺട്രീസിൽ കൂടുതലാണ്. അപ്പോൾ അത് എന്ത് സംഭവിക്കുന്നു, പോപ്പുലേഷൻ കുറയുന്നതാണ്. ശിശു മരണനിരക്ക് കൂടുതലാണ് എവിടെ, ഇന്ത്യ പോലെയുള്ള രാജ്യം. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ ഇപ്പോൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറവുണ്ട്, കാരണം ഹെൽത്ത് മേഖലയിലേക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഇന്ത്യയിലായി കഴിഞ്ഞു. പക്ഷേ മറ്റ് രാജ്യങ്ങളുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടുത്തെ ഡെവലപ്ഡ് കൺട്രീസുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിൽ ജനസംഖ്യയിൽ കുറവുണ്ടെന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് മാൽ ന്യൂട്രീഷ്മെൻറ്റ് അല്ലെങ്കിൽ മാൽ നറിഷ്മെൻ്റ് ആണെന്ന് വെച്ചാൽ പോഷകാഹാര കുറവ്. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ഫീച്ചർ ഓഫ് തേർഡ് വേൾഡ് കൺട്രീസ്. സോ ദ diseases reduce the resistance and working capacity of the people and results in low productivity. രോഗങ്ങൾ മൂലം എന്ത് സംഭവിക്കുന്നു, ആളുകളുടെ പ്രതിരോധ ശക്തി കുറയും. അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കുറവുണ്ടാവുകയും അതനുസരിച്ച് എന്ത് ചെയ്യുന്നു, ആളുകളുടെ വർക്കിംഗ് കപ്പാസിറ്റി എന്ത് ചെയ്യുന്നു, കുറയുകയും ചെയ്യുന്നു. അതെന്തിന് കാരണമാകുന്നു, ഉൽപ്പാദന മേഖലയിൽ കുറവ് വരുന്നതിന് കാരണമാണ്. അപ്പം മാൽ ന്യൂട്രീഷ്മെൻറ്റ് എന്ന് പറയുന്നത് തേർഡ് വേൾഡ് കൺട്രീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ്. കാരണം ആളുകൾക്ക് പോഷകാഹാരങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവരുടെ വർക്ക് എബിലിറ്റി എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കൂട്ടാൻ കഴിയത്തുള്ളൂ. വർക്ക് എബിലിറ്റി കൂട്ടിയെങ്കിൽ മാത്രമേ പ്രൊഡക്ടിവിറ്റിയിൽ കൂടുതലുണ്ടാകത്തുള്ളൂ. ഇത് തേർഡ് വേൾഡ് കൺട്രീസ് ഏരിയയുടെ അഭാവം നമുക്കൊന്ന് കാണാൻ കഴിയുന്നു. അതായത് ദ ലാക്ക് ഓഫ് മെഡിക്കൽ ഫെസിലിറ്റി വേഴ്സൺ ദി സിറ്റുവേഷൻ. നമുക്ക് ലഭ്യമാകുന്ന വൈദ്യശാസ്ത്ര മേഖലയിലുള്ള ഫെസിലിറ്റീസിൻ്റെ കുറവ് എന്തിന് കാരണമാകുന്നു, മാൽ ന്യൂട്രീഷൻസ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഒരു ചാർട്ടോടെ കൊടുത്തിട്ടുണ്ട്. ഇൽ ഹെൽത്ത്, അത് റെഡ്യൂസ് ദ വർക്കിംഗ് കപ്പാസിറ്റി കുറയ്ക്കുമ്പോൾ ലോ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നു. ലോ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുമ്പോൾ പോവർട്ടി ഉണ്ടാകുന്നതിൻ്റെ ഫലമായി മാൽ ന്യൂട്രീഷൻ. അതിങ്ങനെ റൊട്ടേഷനായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇത് ജസ്റ്റ് എഴുതിയൊന്നും വേണ്ട, ജസ്റ്റ് ഓർത്ത് വെച്ചിരുന്നാൽ. അടുത്തത് ഓവർ പോപ്പുലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. സോ പോപ്പുലേഷൻ ഇൻ തേർഡ് വേൾഡ് കൺട്രീസ് ആർ ഗ്രോയിങ് അറ്റ് എ ഫാസ്റ്റ് റേറ്റ്. ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു തേർഡ് വേൾഡ് കൺട്രീസിൽ ഡെവലപ്ഡ് കൺട്രീസുമായി താരതമ്യം ചെയ്യുമ്പോൾ പോപ്പുലേഷൻ കുറവാണെന്നാണ് പറഞ്ഞത്. കാരണം ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കൂടുതലാണ്. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് തേർഡ് വേൾഡ് കൺട്രീസിലെ ജനസംഖ്യ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. ഇവിടെ മാൽ ന്യൂട്രീഷ്മെൻറ്റ് വേണ്ടി നോക്കുമ്പോഴാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. ഇവിടെ നമുക്ക് ഓവർ പോപ്പുലേഷൻ, അമിത ജനസംഖ്യ ഉണ്ട്. ഇറ്റ് ഹാസ് ബോത്ത് സോഷ്യൽ ആൻഡ് എക്കണോമിക് ബാഡ് റിസൾട്ട്. അപ്പോൾ ഇങ്ങനെ ജനസംഖ്യ കൂടുമ്പോൾ സാമൂഹ്യ സാമ്പത്തികപരമായ മേഖലയിൽ മോശമായ റിസൾട്ട് ഉണ്ടാകുന്നു. ഓവർ പോപ്പുലേഷൻ ക്രിയേറ്റ് പോവർട്ടി. അമിത ജനസംഖ്യ പോവർട്ടി ഉണ്ടാക്കുന്നു, മാൽ നറിഷ്മെൻറ്റ് ഉണ്ടാക്കുന്നു. ഇറ്റ് ആൾസോ മേക്സ് എഡ്യൂക്കേഷൻ എ ഡിഫിക്കൽട്ട് പ്രൊവിഷൻ ഫോർ ദ ഇൻക്രീസിങ് നമ്പർ ഓഫ് ചിൽഡ്രൻ. അപ്പോൾ ഇങ്ങനെ ഓവർ പോപ്പുലേഷൻ ആകുമ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, വിദ്യാഭ്യാസം നൽകാൻ കഴിയാത്ത ഒരു പ്രവണതയിലേക്ക് എന്ത് ചെയ്യുന്നു, മാറും. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ഓവർ പോപ്പുലേഷൻ ഉണ്ടാകുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോബ്ലമാണ് അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. എല്ലാ ആളുകൾക്കും തൊഴിൽ നൽകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ തേർഡ് വേൾഡ് കൺട്രീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ്. ഇത് നമ്മൾ ടൈറ്റിൽ ഓർത്ത് വെച്ചാൽ സ്വന്തമായിട്ട് എഴുതാൻ കഴിയും. ജസ്റ്റ് എഴുതി പാവതേ ഉള്ളൂ. ഇനി പുവർ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മോശമായ
ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ. സോ ട്രാൻസ്പോർട്ടേഷൻ ഈസ് എ യൂണിവേഴ്സൽ ഇൻപുട്ട് ഫോർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻപുട്ടാണ് എന്താ? ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. സോ ദ UN report concluded that lack of transport is a factor for poverty in the third world. അപ്പോൾ യുഎൻഒയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഗതാഗത സൗകര്യത്തിലുണ്ടാകുന്ന പോരായ്മ തേർഡ് വേൾഡ് രാജ്യങ്ങളിൽ എന്തിന് കാരണമാകുന്നു? ദാരിദ്ര്യത്തിന് കാരണമാകുന്നു. As a result of poor transport, exploitation of natural resources have been retarded in Congo, Malaysia, Indonesia and Cambodia. അതായത് കംബോഡിയ, മലേഷ്യ, സെയറിൻ്റെ പഴയ പേരാണ് എന്താ? കോങ്കോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മേഖലകളിലുള്ള നാച്ചുറൽ റിസോഴ്സസ് എക്സ്പ്ലോയിറ്റേഷൻ, പ്രകൃതി വിഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടെത്തുന്നത് വളരെയധികം എന്തായിരുന്നു? കുറഞ്ഞിരിക്കുകയാണ്. കാരണം ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിൻ്റെ ഇന്നാഡിക്വസി മൂലം. സോ ദ മൊബിലിറ്റി ഓഫ് money, goods and ideas is possible only through transportation and communication. നമുക്ക് നമ്മുടെ ആശയങ്ങൾ വ്യാപിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്താണ്, മണി പ്രോഡക്ട്സുകൾ, മണി ഉണ്ടാക്കുന്ന ഗുഡ്സ് നമുക്ക് എന്ത് ചെയ്യണമെങ്കിൽ, മൊബിലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നല്ല ട്രാൻസ്പോർട്ടേഷൻ. സോറി മൊബിലിറ്റി ഓഫ് മെനി ഗുഡ്സ് ആൻഡ് ഐഡിയാസ് ഈസ് പോസിബിൾ ഓൺലി ത്രൂ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമുക്ക് ആശയങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കണമെങ്കിൽ എന്ത് വേണം? ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. അതായത് തേർഡ് വേൾഡ് കൺട്രീസിൽ ഇതിൻ്റെ അപര്യാപ്തതയുണ്ട്. അതായത് ബിറ്റ്വീൻ 30-40% ഓഫ് വേൾഡ് ബാങ്ക് ലോൺസ് ആർ യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ട് ഇംപ്രൂവ്മെൻറ്റ് തേർഡ് വേൾഡ് കൺട്രീസ്. വേൾഡ് ബാങ്കിൽ നമ്മൾ എടുക്കുന്ന പണം അതിൻ്റെ 30 മുതൽ 40% വരെ എന്ത് ചെയ്യുന്നു? ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തേർഡ് വേൾഡ് കൺട്രീസ്. നമ്മുടെ നാട്ടിൽ പോലും പ്രോപ്പറായിട്ടുള്ള എന്താ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് കുറഞ്ഞു നിൽക്കുന്നൊരവസ്ഥയാണ്. ഇനി അടുത്തത് വേണ്ട ലോ ലെവൽ ഓഫ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്, അതായത് കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന വികാസത്തിൻ്റെ അഭാവം. സോ മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് ഓഫ് ഏഷ്യ, ആഫ്രിക്ക ആൻഡ് ലാറ്റിൻ അമേരിക്ക ആർ റിലേറ്റീവ്ലി സ്മാൾ. അതായത് ഏഷ്യയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ആഫ്രിക്കയിലെയും പല രാജ്യങ്ങളും താരതമ്യേന എങ്ങനെയുള്ളതാണ്? ചെറിയ രാജ്യങ്ങളാണ്. സോ ദേ കനോട്ട് പ്രൊവൈഡ് ആഡിക്വേറ്റ് ഇൻകം ടു സസ്റ്റെയിൻ ദിയർ ഫാമിലീസ്. അവരുടെ കുടുംബങ്ങളെ എന്ത് ചെയ്യുവാൻ, നിലനിർത്തിക്കൊണ്ട് പോകാൻ തക്ക ഇൻകത്തിൻ്റെ അപര്യാപ്തത എവിടെയുണ്ട്? ഈ തേർഡ് വേൾഡ് കൺട്രീസിലുണ്ട്. സോ മെനി ഓഫ് ദ ഫാർമേഴ്സ് ആർ അൺവില്ലിംഗ് ടു ചേഞ്ച് ദ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ. പല ആളുകളും എന്താണ്, കർഷകരെന്ന് പറയുന്നത് അവരുടെ പരമ്പരാഗതമായ രീതിയിൽ നിന്ന് എന്താ മാറ്റം കൊണ്ടുവരാൻ അവരെന്ത് ചെയ്യുന്നില്ല, തയ്യാറാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ, നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പരിധി വരെ ഇപ്പോഴത്തെ മോഡേൺ ടെക്നോളജീസ് ഉപയോഗിക്കുന്നത്. ഈവൻ നമ്മൾ തമിഴ്നാട്ടിൽ പോവുകയാണെങ്കിൽ എപ്പോഴും കാണാം പണ്ടത്തെ പോലെ കാളയും കലപ്പയും ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത് നിലവിലുള്ളത്. നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ ഏകദേശം ഇപ്പോഴും എന്താണ്, അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ പല ഫാമേഴ്സ് എന്ത് ചെയ്യുന്നു, വിസമ്മതം പ്രകടിപ്പിക്കുന്നതിന് ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, ഫുഡ് പ്രൊഡക്ഷൻ കുറയും. സോ എഗെയിൻ ദ ഫാമേഴ്സ് കൾട്ടിവേറ്റ് ഓൺലി മിനിമം റിക്വയർഡ് സ്കെയിൽ ദാറ്റ് ഈസ് ഇനഫ് ടു ഹിസ് ഫാമിലി. അതുമാത്രമല്ല ഈ ഫാമേഴ്സ് കൾട്ടിവേറ്റ് ചെയ്തതെന്ന് പറയുന്നത് ഒരിക്കലും കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയല്ല, അവരുടെ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടി മാത്രമാണ് എന്താ പല തേർഡ് വേൾഡ് കൺട്രീസിൽ എന്ത് ചെയ്യുന്നത്, ഉൽപ്പാദനങ്ങൾ നടത്തുന്നത്. അപ്പോൾ അത് എന്താ പ്രോഡക്ട്സിൻ്റെ അളവ് കുറയുകയും അത് ഇവിടുത്തെ രാജ്യങ്ങളുടെ പ്രശ്നമായിട്ട് മാറുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്, ദ ലാൻഡ് റിഫോംസ് ആൾസോ ബ്രോട്ട് ഇൻ നോ പ്രോഗ്രസ്. ഭൂപരിഷ്കാരങ്ങൾ നമ്മൾ കേരളത്തിൽ കുറേയൊക്കെ എന്താ ഭൂപരിഷ്കരണ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ പോലും തേർഡ് വേൾഡ് കൺട്രീസിൽ, പൊതുവെയുള്ള തേർഡ് വേൾഡ് കൺട്രീസിൽ ലാൻഡ് റിഫോംസ് എന്ന് പറയുന്നത് യാതൊരു വിധമായ പുരോഗതിയുമില്ലാതെ ഇപ്പോഴും എന്ത് ചെയ്യുന്നു നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കൊമേഴ്സ്യൽ പർപ്പസിനേക്കാളും ഫാർമേഴ്സ് പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്, അവരുടെ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടി മാത്രമാണ്. അതായത് അവരുടെ ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്യുന്നു, ഉൽപ്പാദനം നടത്തുന്നു. അങ്ങനെ ഉൽപ്പാദനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അഗ്രികൾച്ചർ പ്രോഡക്ട്സിൻ്റെ അളവ് കുറയുന്നു. അത് ആ തേർഡ് വേൾഡ് കൺട്രീസിൽ എന്താണ്, ദാരിദ്ര്യം ഉണ്ടാകുന്നതിന് കാരണമാണ്. ദെൻ അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇലിറ്ററസിയാണ്. സോ തേർഡ് വേൾഡ് കൺട്രീസ് ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ തേർഡ് വേൾഡ് കൺട്രീസിലൊക്കെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം ദ ലാക്ക് എഡ്യൂക്കേഷൻ. എന്താണ്,
വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് എന്താ ലോകരാജ്യങ്ങളിലും തേർഡ് വേൾഡ് കൺട്രീസ് ഉണ്ടാകുന്നു. അതായത് എഡ്യൂക്കേഷൻ മീൻസ് ഹാവ് നോട്ട് ഗിവൺ ഇമ്പോർട്ടൻസ് ടു ഇൻ ദ തേർഡ് വേൾഡ് കൺട്രീസ്. അതായത് വിദ്യാഭ്യാസ മാർഗങ്ങൾക്ക് എന്താണ് തേർഡ് വേൾഡ് കൺട്രീസിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നില്ല. സോ മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ ആർ ഇഗ്നോറൻറ്റ് അബൌട്ട് ദ പൊളിറ്റിക്കൽ സിസ്റ്റം. പല ആളുകളും എന്താണ് അവരുടെ രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ച് തന്നെ എന്ത് ചെയ്യുന്നത് അജ്ഞരാകുന്നൊരവസ്ഥ. കാരണം പൊളിറ്റിക്സ് എന്താണ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിൻ്റെ ആവശ്യം എന്നതിനെക്കുറിച്ച് അവർക്ക് യാതൊരു വിധമായിട്ടുള്ള അറിവ് വർക്കില്ല. അതായത് ഇപ്പോൾ നമ്മുടെ ഡെവലപ്ഡ് കൺട്രീസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താ അവിടെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് എന്താ എഡ്യൂക്കേഷൻ. പക്ഷേ നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസിലെ ആളുകൾക്ക് വിദ്യാഭ്യാസം എന്താ വളരെയധികം കുറയുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതിവിടെ നേരിടുന്നൊരു പ്രശ്നമായിട്ട് മാറും. അടുത്തത് ഇനാഡിക്വേറ്റ് യൂസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. സോ പോവേർട്ടി ഈസ് അസോസിയേറ്റഡ് വിത്ത് പ്രിമിറ്റീവ് ടെക്നോളജി യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ. നമ്മൾ പറഞ്ഞു എന്താണ് പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ടെക്നോളജിക്കൽ അല്ലെങ്കിൽ എന്താ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് പ്രിമിറ്റീവ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. അപ്പോൾ ഉൽപ്പാദന രംഗത്ത് ഇങ്ങനെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് പോവേർട്ടിയുമായിട്ട് കണക്റ്റഡ് ആവുന്നു. ഇൻ തേർഡ് വേൾഡ് കൺട്രീസ് പ്രൊഡക്ഷൻ ഈസ് അണ്ടർടേക്കൺ ഓൺലി അപ് ടു എ റിക്വയർഡ് ലെവൽ. മൂന്നാം ലോക രാജ്യങ്ങളിലൊക്കെ എന്താണ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അവർ എന്ത് ചെയ്യുന്നുള്ളൂ ഉൽപ്പാദനങ്ങൾ നടത്തുന്നുള്ളൂ. അതായത് പീപ്പിൾ എൻഗേജ് ഇൻ ഇൻ്റർമീഡിയറ്റ് ടെക്നോളജി. ഇപ്പം മോസ്റ്റ് മോഡേൺ ടെക്നിക്സ് ആരും ഉപയോഗിക്കുന്നില്ല, നമ്മുടെ തേർഡ് വേൾഡ് കൺട്രീസ് ഉപയോഗിക്കുന്നില്ല. കാരണം ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഇപ്പോഴും ആ ഒരു മധ്യകാലഘട്ടത്തിലുള്ള ടെക്നിക്സ് മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. ഇനി ക്യാപിറ്റൽ ഈസ് സ്കേഴ്സ് ഇൻ ദീസ് കൺട്രീസ്. ഈ രാജ്യങ്ങളിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്താ ക്യാപിറ്റലിൻ്റെ അഭാവം. ദ ടെക്നോളജി ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ് ആർ നെയ്തർ ക്യാപിറ്റൽ ഓറിയൻറ്റഡ് നോർ ലേബർ സേവിങ്. ഈ നമ്മുടെ ഈ തേർഡ് വേൾഡ് കൺട്രീസിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് എന്തല്ല, അത് ഒന്നുകിൽ ക്യാപിറ്റൽ ഓറിയൻറ്റഡ് അല്ല, അല്ലെങ്കിൽ ലേബർ സേവ് ചെയ്യുന്ന രീതിയിലുള്ള ടെക്നോളജീസ് അല്ല എന്ത് ചെയ്യുന്നത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് തേർഡ് വേൾഡ് കൺട്രി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് നമുക്ക് പറയാം. പിന്നെ അടുത്തത് ട്രെൻഡ് ടുവേഴ്സ് അർബൻ മൈഗ്രേഷൻ. അർബൻ രാജ്യങ്ങളിലേക്കുള്ളൊരു മൈഗ്രേഷൻ. അപ്പോൾ പലരും നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതാണ് എന്താ റൂറൽ ഏരിയാസിൽ നിന്ന് ഇങ്ങോട്ട് അർബനൈസേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇത് നമ്മുടെ ലോകരാജ്യങ്ങൾക്കിടയിൽ വളരെയധികം വ്യാപകമാണ് അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഗൾഫ് രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നൊരവസ്ഥ. അപ്പം നാഗരികപരമായിട്ടുള്ള കുടിയേറ്റത്തിൻ്റെ അളവ് കൂടുതലാണ്. സോ അർബനൈസേഷൻ ഈസ് ഇൻക്രീസിങ് ഇൻ ദ ഡെവലപ്പിംഗ് കൺട്രീസ്. തേർഡ് വേൾഡ് രാജ്യങ്ങളിൽ കണ്ടുവരുന്നൊരു പ്രധാനപ്പെട്ട പ്രവണതയാണ് നഗരവൽക്കരണം. നഗരവൽക്കരണം എന്ന് പറയുന്നതാണ് മൈഗ്രേഷൻ ഓഫ് പീപ്പിൾ ഫ്രം റൂറൽ ഏരിയ ടു അർബൻ ഏരിയ ഫോർ മെയിൻറ്റെയിനിങ് ഓർ ഫോർ ഫൈൻഡിങ് ഔട്ട് ന്യൂ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. പുതിയ ജോലി അവസരങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു ഗ്രാമീണ മേഖലയിൽ നിന്ന് നാഗരിക മേഖലയിലേക്ക് എന്താ ജനങ്ങൾ എന്ത് ചെയ്യുന്നു കുടിയേറി പാർക്കും. അപ്പോൾ മൈഗ്രേഷൻ തേർഡ് വേൾഡ് കൺട്രീസിലുണ്ട്. ദ തേർഡ് വേൾഡ് കൺട്രീസ് ആർ നൗ അണ്ടർഗ്രോയിങ് എ ഗ്രേറ്റ് അർബൻ ക്രൈസിസ്. പീപ്പിൾ ആർ മൈഗ്രേറ്റിംഗ് ഫ്രം റൂറൽ ഏരിയാസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു തേർഡ് വേൾഡ് കൺട്രീസ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് എന്താ അത് അർബൻ ക്രൈസിസ് ഉണ്ടാകുന്നത്. കാരണം ആളുകളെല്ലാം ഇവിടുന്ന് റൂറൽ ഏരിയാസിൽ നിന്ന് അർബൻ ഏരിയാസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. ദിസ് ഈസ് ബിക്കോസ് ദ ഓപ്പർച്യൂണിറ്റീസ് ഫോർ അഡ്വാൻസ്മെൻറ്റ് ആർ മോർ ഇൻ അർബൻ ഏരിയാസ്. അപ്പോൾ അർബൻ ഏരിയാസിൽ എന്താണ് അഡ്വാൻസ്മെൻറ്റ് അല്ലെങ്കിൽ വികസനത്തിനുള്ള കൂടുതൽ സാധ്യതയുള്ളത് കൊണ്ട് ആളുകൾ എന്ത് ചെയ്യുന്നു റൂറൽ ഏരിയാസിൽ നിന്നും അർബൻ ഏരിയാസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഇന്ന് തേർഡ് വേൾഡ് കൺട്രീസിലെ ഒരു വലിയ പ്രോബ്ലമായിട്ട് നമുക്ക് പറയാൻ കഴിയും. ഇനി റോൾ ഓഫ് വുമൺ ഇൻ തേർഡ് വേൾഡ് കൺട്രീസ്. സോ ഇൻ തേർഡ് വേൾഡ് കൺട്രീസ് വുമൺ ആർ സബോർഡിനേറ്റ് മെൻ. ഇപ്പോൾ മൂന്നാം ലോക രാജ്യങ്ങളിൽ സ്ത്രീകൾ എപ്പോഴും ആർക്ക് താഴെയാണ് പുരുഷന്മാർക്ക് താഴെ നിൽക്കുന്നൊരവസ്ഥയാണ്. ഇൻ ദി ഈസ്റ്റ് ആൻഡ് ദി സൗത്ത് ഈസ്റ്റ് ഏഷ്യ വുമൺ വർക്കിംഗ് ഇൻ ഫാക്ടറീസ് ബട്ട് ദേ ആർ നോട്ട് ഗെറ്റിംഗ് ആഡിക്വേറ്റ് വെൽത്ത് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി. ഇപ്പം ഈസ്റ്റേൺ കൺട്രീസിലും അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ എന്താണ് സ്ത്രീകൾ ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ആഡിക്വേറ്റ് ആയിട്ടുള്ള ഹെൽത്തോ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് എന്ത് ചെയ്യുന്നില്ല ലഭ്യമാണ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയപ്പെടുന്ന ഒരു കൺസെപ്റ്റാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലേ. അതിൽ പറയുന്നത് ഈക്വൽ പേ ഫോർ വർക്ക് ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൺ എന്നാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ എന്താ
സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് പുരുഷന്മാരുടെ കൂടെ ശമ്പളം എന്താ ലഭിക്കുന്നില്ല. അത് തന്നെയാണ് ഈസ്റ്റേൺ കൺട്രീസിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാഷ്ട്രങ്ങളിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം. അവർക്ക് ദേ ഡു നോട്ട് ഗെറ്റ് പ്രോപ്പർ ഹെൽത്ത് ഫെസിലിറ്റീസ്, ദേ ഡോണ്ട് ഗെറ്റ് പ്രോപ്പർ ഹെൽത്ത് ഫെസിലിറ്റീസ് ആസ് വെൽ ആസ് എഡ്യൂക്കേഷൻ. ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തികം മുതലായ മേഖലകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ആര് നേരിടുന്നു? നമ്മുടെ ഇന്നത്തെ ഡെവലപ്ഡ് കൺട്രീസിലെ സ്ത്രീകൾ നേരിടുന്നു. ഇതിനടുത്തത് ട്രഡീഷണലിസം വേഴ്സസ് മോഡേണൈസേഷൻ, പരമ്പരാഗതവാദവും ആധുനികവൽക്കരണവും. സോ മോഡേണൈസേഷൻ ഈസ് എ ചേഞ്ച് ഫ്രം ട്രഡീഷണൽ ലൈഫ് ടു മോഡേൺ. അതായത് പരമ്പരാഗത ജീവിത രീതിയിൽ നിന്ന് ആധുനിക ജീവിത രീതിയിലേക്കുള്ളൊരു മാറ്റമാണ് എന്ന് പറയുന്നത് നമ്മൾ മോഡേണൈസേഷൻ അഥവാ ആധുനികവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ട്രഡീഷണൽ സൊസൈറ്റീസ് പീപ്പിൾ ആർ ട്രഡീഷൻ മൈൻഡ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പവർഫുൾ ആൻഡ് ഡോഗ്മാറ്റിക്. അതായത് ഈ ട്രഡീഷണൽ സൊസൈറ്റീസിലെ ജനങ്ങളെല്ലാം എന്താണ്? ട്രഡീഷണൽ മൈൻഡുള്ള ആളുകളാണ് അല്ലേ? പരമ്പരാഗതമായ ചിന്തകളുള്ള ആളുകൾ അല്ലെ? പണ്ടത്തെ ആളുകളെന്ന് പറഞ്ഞാൽ വളരെയധികം കൺസർവേറ്റീവായിട്ട് എന്താ പറയുക, യാഥാസ്ഥികത്തോട് ചിന്തിക്കുന്ന ആളുകളാണ്. ഇങ്ങനെയുള്ള ആധുനിക കാഴ്ചപ്പാടുകളൊന്നും അവരുടെ മനസ്സിലില്ല. അതുപോലെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ പവർഫുൾ ആൻഡ് ഡോഗ്മാറ്റിക്. മതപരമായ സ്ഥാപനങ്ങൾക്കാണ് എന്താ പ്രാധാന്യം. അവർ വളരെ സങ്കുചിതമായ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? മതങ്ങൾ പ്രവർത്തിക്കുന്നത്. ബട്ട് മോഡേൺ സൊസൈറ്റീസ് ആർ ഡൈനാമിക്കലി ചേഞ്ച്. പക്ഷേ ഇന്നത്തെ ആധുനിക സമൂഹം എന്ന് പറയുന്നത് എന്താ? വളരെ തീവ്രമായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ദ പൊളിറ്റിക്സ് ഓഫ് മോഡേൺ സൊസൈറ്റീസ് ആർ ബേസ്ഡ് ഓൺ സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ ഇൻ പൊളിറ്റിക്കൽ അരീന. അപ്പോൾ ഇന്ന് നമ്മൾ ആധുനിക സമൂഹത്തിൽ എന്താണ്? രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ വേദികളിൽ, പൊളിറ്റിക്കൽ അരീന, രാഷ്ട്രീയ മേഖലകളിൽ എന്താണെന്ന് പൗരന്മാരുടെ പങ്കാളിത്തം നമുക്ക് എന്താ ഉറപ്പുവരുത്താൻ കഴിയും. അപ്പോൾ ഈ തേർഡ് വേൾഡ് കൺട്രീസിലുള്ള ഒരു കൺസെപ്റ്റാണ് എന്താ ട്രഡീഷണലിസം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാത്രമേ ജനങ്ങൾക്കുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുക, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഡോമിനേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? തേർഡ് വേൾഡ് കൺട്രീസിൽ കാണാനായിട്ട് കഴിയും. ഇത്രയാണ് അതിൻ്റെ സോഷ്യൽ എക്കണോമിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്തെ പൊളിറ്റിക്കൽ ഫീച്ചേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് കാണണം. അത് ചിലപ്പോൾ ഷോർട്ട് നോട്ടായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എടുത്തിട്ട് ക്ലോസ് ചെയ്യാം. സോ മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് ഹാഡ് എക്സ്പീരിയൻസ്ഡ് കൊളോണിയൽ റൂൾ. നമ്മുടെ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ, അതായത് തെരുവുള്ള രാജ്യങ്ങളൊക്കെ തന്നെ എന്താ കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാണല്ലേ. ഇന്ത്യ, ശ്രീലങ്ക പോലെയുള്ള പല രാജ്യങ്ങളും കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് where the colonies of Britain and Spain. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ ബ്രിട്ടൻ്റെയും സ്പെയിൻ്റെയും കോളനികളായിരുന്നു. നമുക്ക് തന്നെ എന്താണ് ഇന്ത്യയിൽ നമ്മൾ കണ്ടായിരുന്നത് ബ്രിട്ടീഷ് സുപ്രമസി ഓഫ് ഇന്ത്യ ഹാഡ് കെയിം ടു ആൻ എൻഡ് ഇൻ 1947 അല്ലേ? 1600 മുതൽ 1947 വരെ ഇന്ത്യയിൽ എന്താ ബ്രിട്ടീഷ് സുപ്രമസി ഉണ്ടായിരുന്നു. സോ പൊളിറ്റിക്കൽ സിസ്റ്റം അഡോപ്റ്റഡ് ബൈ ദീസ് കോളനീസ് ആർ ദ മോഡൽസ് ഓഫ് ദർ കൊളോണിയൽ മാസ്റ്റേഴ്സ്. അപ്പം ഈ രാജ്യങ്ങൾ, ഈ കോളനി ഭരണമുണ്ടായിരുന്ന രാജ്യങ്ങളിൽ അവർ സ്വീകരിച്ചിരിക്കുന്ന പല ഭരണ സംവിധാനങ്ങളും ആരുടെയായിരുന്നു? അവരുടെ കോളനി രാജ്യങ്ങളുടേതായിരുന്നു. ഉദാഹരണം പറയുന്നുണ്ട്, എന്താണ് വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ. അതെന്താണ്? ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തിയാണ്. വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ എന്താണെന്ന് പിന്നീട് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്, അതിനെ പറയും. അപ്പം ഇങ്ങനെ അതിപ്പോൾ ഇന്ത്യയിൽ നമ്മൾ പറയുന്നത് ബ്രിട്ടനിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്തതാണ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് അല്ലേ? അങ്ങനെ പല രാജ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ കോളനികളായിരുന്ന രാജ്യങ്ങളുടെ ഭരണ സംവിധാനമാണ് എന്താ ഫോളോ ചെയ്യുന്നത്. സോ ദ ഡെവലപ്പിംഗ് കൺട്രീസ് ഓഫ് ഏഷ്യ, ആഫ്രിക്ക ആൻഡ് ലാറ്റിൻ അമേരിക്ക ഫേസ് പൊളിറ്റിക്കൽ പ്രോബ്ലംസ്. അപ്പോൾ എന്താണ്? ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരുപാട് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് നേരിടുക ചെയ്യുന്നുണ്ട്. സോ ആൻഡ് ചൈനീസ് ഡിഫറെൻറ്റ് ഫ്രം ഡെവലപ്ഡ് കൺട്രീസ്. ചൈന എന്ന് പറയപ്പെടുന്നത് എങ്ങനെയാണ്? ഈ ഡെവലപ്ഡ് കൺട്രീസിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഇവിടെ ലൂസി NW പൈ എന്ന് പറയുന്ന ചിന്തകൻ ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 17 പോയിന്റ് നമുക്ക് നോക്കാം ഓരോന്നും. ഇൻ നോൺ വെസ്റ്റേൺ സൊസൈറ്റീസ് പവർ ആൻഡ് ഇൻഫ്ലുവൻസ് ആർ ബേസ്ഡ് ഓൺ സോഷ്യൽ സ്റ്റാറ്റസ്. അതായത് നോൺ വെസ്റ്റേൺ രാജ്യങ്ങളിൽ, പാശ്ചാത്യ ഇതര രാജ്യങ്ങളിൽ അധികാരവും സ്വാധീനവും സോഷ്യൽ സ്റ്റാറ്റസിനെ അടിസ്ഥാനമാക്കിയായിരുന്നു. അപ്പോൾ ആളുകൾക്ക് സമൂഹത്തിൽ എന്തുമാത്രം സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടോ
അതനുസരിച്ച് അവർക്ക് പവർ കിട്ടും, അതനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാം, സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനും കഴിയും. അത് നോൺ വെസ്റ്റേൺ രാജ്യങ്ങളിൽ മാത്രം ഉള്ള ഒരു കാഴ്ചപ്പാടാണ്. മനസ്സിലാവുന്നുണ്ടോ? രണ്ടാമത്തേന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസ് ടേക്ക് എ വേൾഡ് വ്യൂ. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ലോകവ്യാപകമായ ഒരു കാഴ്ചപ്പാടോടെ നൽകാൻ കഴിയും. അതുപോലെ തന്നെ എന്താണ്, പൊളിറ്റിക്കൽ പ്രോസസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ക്ലിക്സ്. ക്ലിക്ക് മീൻസ് ഗ്രൂപ്പിസം. എങ്ങനെയാണ്? വിഭാഗീയപരമായിട്ടുള്ള സ്വഭാവങ്ങളാണ് എവിടെയുള്ളത്? രാഷ്ട്രീയ പ്രക്രിയയിൽ കാണാനായിട്ട്. വിഭാഗീയത ഒരുപാടുണ്ടല്ലേ നമ്മുടെ രാഷ്ട്രീയ പ്രക്രിയയിൽ. അടുത്തത്, ദ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഹാസ് ഫ്രീഡം ഇൻ ഡിറ്റർമൈൻ സ്ട്രാറ്റജീസ് ആൻഡ് ടാക്ടിക്സ്. രാഷ്ട്രീയ നേതൃത്വത്തിന് എന്താണ്, അവർക്ക് സ്ട്രാറ്റജീസും ടാക്ടിക്സും നയങ്ങളും ഒക്കെ എന്ത് ചെയ്യാൻ, രൂപീകരിക്കുവാൻ അല്ലെങ്കിൽ തീരുമാനമെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനുണ്ട്. ഇനി ദ റൂളിംഗ് പാർട്ടി ഈസ് നോട്ട് കമ്മിറ്റഡ് ടു എ ടോട്ടൽ സോഷ്യൽ ചേഞ്ച്. ഭരണപക്ഷം എന്ന് പറയപ്പെടുന്നത് പൂർണ്ണമായിട്ടുള്ള സാമൂഹ്യ മാറ്റത്തിനോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളവരായിരിക്കില്ല. കാരണം ഭരണപക്ഷത്തിരിക്കുന്നവർക്ക് എന്ത് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, നേടിയെടുക്കുക. അടുത്തത്, പൊളിറ്റിക്കൽ പ്രോസസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ലാക്ക് ഓഫ് ഇൻ്റഗ്രേഷൻ. രാഷ്ട്രീയ പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം ഇൻ്റഗ്രേഷൻ്റെ അഭാവം, അതായത് കൂടിച്ചേരലിൻ്റെ ഇൻ്റഗ്രേഷൻ, സംയോജനത്തിൻ്റെ അഭാവമാണ് ഇവിടെ കാണാൻ കഴിയുക, രാഷ്ട്രീയ പ്രക്രിയകളിൽ കാണാൻ കഴിയും. ഇനി പൊളിറ്റിക്കൽ പ്രോസസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ന്യൂ എലമെൻറ്റ്സ് ഇൻ ദി പൊളിറ്റിക്കൽ റൂൾസ്. രാഷ്ട്രീയ പ്രക്രിയകൾ എല്ലായ്പ്പോഴും എന്ത് ചെയ്യുന്നു, രാഷ്ട്രീയപരമായ ഭരണത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യുവാൻ ശ്രമിക്കുന്നു. അതായത് there are sharp differences in political orientation and generations. തലമുറകൾ തമ്മിലും രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ തമ്മിലും വളരെയധികം വ്യത്യാസം നമുക്ക് ഇവിടെ കാണാം, തേർഡ് വേൾഡ് കൺട്രീസിൽ കാണുന്നത്. അടുത്തത്, there is a lack of consensus regarding ends and means of political action. രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യങ്ങളും മാർഗങ്ങളിലും എന്താണ്, യാതൊരു വിധമായ ഐക്യവും ഇല്ലാത്തൊരവസ്ഥ. ലാക്ക് ഓഫ് കൺസെൻസ് റിഗാർഡിംഗ് ദ എൻഡ്സ് ആൻഡ് മീൻസ് ഓഫ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ്. രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ എൻഡ് മീൻസ് ലക്ഷ്യം, മീൻസ് മാർഗം. അപ്പോൾ അവർ തമ്മിൽ എന്താണ്, ഒരു പൊരുത്തമില്ലാത്ത അവസ്ഥ ഇവിടെയുണ്ട്. ഇനി അടുത്തത്, there is a lack of effective participation of people in the political decision making. രാഷ്ട്രീയ നയരൂപീകരണ പ്രക്രിയയിൽ ജനങ്ങൾക്ക് കാര്യമായ പങ്കാളിത്തം ഇല്ലാത്തൊരവസ്ഥ അവിടെ കാണാം തേർഡ് വേൾഡ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യ തന്നെ ഉദാഹരണം എടുക്കുന്നു. ഇത്രയും ജനങ്ങൾ ഇന്ത്യയിലുണ്ടായിട്ട് ഏകദേശം 130ഓളം കോടി ജനങ്ങളുണ്ട്. ചെറിയ ഒരു ഡെമോക്രസി ആയാൽ പോലും അങ്ങനെയാണ്. നമുക്ക് ഇന്ത്യ ഉദാഹരണം, ഇന്ത്യയിൽ 130 കോടി ജനങ്ങളുണ്ട്. ഈ 130 കോടി ജനങ്ങളെ ഭരിക്കുവാൻ എത്ര പേര് മാത്രം? വളരെ ചുരുക്കമായ ആളുകൾ മാത്രമല്ല. അപ്പം പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഉറപ്പ് വരുന്നില്ല. ഇപ്പം നമ്മൾ സ്വിറ്റ്സർലൻഡ് എടുക്കുന്നു. കാരണം സ്വിറ്റ്സർലൻഡിൽ ഇപ്പോഴും ഡയറക്റ്റ് ഡെമോക്രസിയാണ്. റഫറൻഡം, ഇനിഷ്യേറ്റീവ്, പ്ലെബിസൈറ്റ്, റീകോൾ തുടങ്ങിയ ഡയറക്റ്റ് ഡെമോക്രാറ്റിക് സെറ്റപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഭരിക്കുന്നത്. പക്ഷേ ഇന്ത്യ ജനാധിപത്യ വ്യവസ്ഥയാണെങ്കിൽ പോലും ജനങ്ങൾക്ക് പോപ്പുലർ പാർട്ടിസിപ്പേഷൻ, ഡയറക്റ്റായിട്ട് പാർട്ടിസിപ്പേഷൻ ഇല്ലാത്തൊരവസ്ഥയാണെന്നാണ്. അത് തേർഡ് വേൾഡ് കൺട്രീസിലൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഡയറക്റ്റ്. നമ്മൾക്ക് ഒരു അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുവാനൊരു അവസരം കിട്ടാതിരിക്കുന്നൊരു സാഹചര്യം. അടുത്തത്, ദെർ ഈസ് നോ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ എനി സ്പിയർ ഓഫ് ലൈഫ്. തൊഴിൽ മേഖലയിൽ യാതൊരു വിധമായ വിഭജനവും ഇല്ലാത്തൊരവസ്ഥ. ഇനി ദ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ഡു നോട്ട് വർക്ക് ഫോർ സ്പീഡി സോഷ്യൽ ചേഞ്ച്. താല്പര്യ ഗ്രൂപ്പുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ദോസ് ഗ്രൂപ്പ്സ് വിച്ച് ആർ വർക്കിംഗ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദെയർ ഓൺ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റീസിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളാണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ഈ തേർഡ് വേൾഡ് കൺട്രീസിൻ്റെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു സ്പീഡി ആയിട്ടുള്ള സോഷ്യൽ ചേഞ്ചിന് വേണ്ടി എന്ത് ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. ഇനി ദ നാഷണൽ ലീഡർഷിപ്പ് ഈസ് നോട്ട് കേപ്പബിൾ ടു ക്രിയേറ്റ് എ പബ്ലിക് ഒപ്പീനിയൻ. ഒരു പൊതുജനാഭിപ്രായം രൂപീകരിക്കത്തക്ക രീതിയിലുള്ള ഒരു ദേശീയ നേതൃത്വം എവിടെയില്ല, തേർഡ് വേൾഡ് കൺട്രീസ്. ഇന്ത്യയും അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. സോ പൊളിറ്റിക്കൽ ലീഡേഴ്സ് സീ എ റോൾ ഇൻ വേൾഡ് പൊളിറ്റിക്സ്. ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സിന് വേൾഡ് പൊളിറ്റിക്സ്, തേർഡ് വേൾഡ് കൺട്രീസിൻ്റെ പൊളിറ്റിക്കൽ ലീഡേഴ്സിന് വേൾഡ് പൊളിറ്റിക്സിൻ്റെ റോള് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വളരെ ചുരുക്കം ചില തേർഡ് വേൾഡ് കൺട്രീസിലെ ലീഡേഴ്സിന് മാത്രമേ വേൾഡ് പൊളിറ്റിക്സിൽ പാർട്ടിസിപ്പേഷൻ ഉള്ളൂ.
അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. ഇനി ദ എക്സ്പെൻസീവ് ആസ്പെക്ട്സ് ഓഫ് പോളിറ്റിക്സ് ഓവർ റൈഡ് ദ പ്രോബ്ലം സോൾവിങ് ആസ്പെക്ട്സ്. അപ്പോൾ ഈ പ്രോബ്ലം സോൾവിങ് ആസ്പെക്ട്സുകളെക്കാളും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? എക്സ്പെൻസീവ് ആസ്പെക്ട്സിനാണ്. ഒരു പ്രശ്നം പരിഹരിക്കാനല്ല കൂടുതൽ പ്രാധാന്യം, അതിനകത്ത് എങ്ങനെ നമുക്ക് കൂടുതൽ എക്സ്പെൻസീവ് ആക്കി മാറ്റാം, പണം ഉണ്ടാക്കി ചെലവഴിക്കാം. ഇനി അടുത്ത എന്താണ്? ദ കരിസ്മാറ്റിക് ലീഡർഷിപ്പ് പ്രിവൈൽസ് തേർഡ് വേൾഡ് പൊളിറ്റിക്സ്. നേരത്തെ പറഞ്ഞതാണ് കരിസ്മാറ്റിക് പേഴ്സണാലിറ്റീസിൻ്റെ അഭാവം അല്ലേ. അതായത് വളരെ മാന്ത്രികമായ വ്യക്തിത്വം, അതാണ് കരിസ്മാറ്റിക്കിൻ്റെ കറക്റ്റ് അർത്ഥം എന്ന് പറയുന്നത്, മാന്ത്രിക വ്യക്തിത്വം. നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ പണ്ട് നെഹ്റു പോലെ അല്ലെങ്കിൽ ഗാന്ധിജി പോലെയുള്ള കരിസ്മാറ്റിക് പേഴ്സണാലിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ തേർഡ് വേൾഡ് കൺട്രീസിലൊക്കെ എന്താണ് ഈ ഒരു കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി ലീഡർഷിപ്പിൻ്റെ ഒരു അഭാവം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കാണാനായിട്ട് കഴിയുന്നു. ഇനി നോൺ വെസ്റ്റേൺ പൊളിറ്റിക്കൽ പ്രോസസ് ഓപ്പറേറ്റ്സ് വിത്തൗട്ട് പൊളിറ്റിക്കൽ ബ്രോക്കേഴ്സ്. പൊളിറ്റിക്കൽ ബ്രോക്കേഴ്സ് കൂടാതെ തന്നെയാണ് ആര് പ്രവർത്തിക്കുന്നത്? നോൺ വെസ്റ്റേൺ പൊളിറ്റിക്കൽ പ്രോസസ്സ് എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുക ചെയ്യുന്നത്. ഇത്രയുമാണ് ഈ 17 ഫീച്ചേഴ്സ്. ഇതൊന്ന് കുറച്ച് ബ്രീഫാക്കി പഠിച്ചാൽ മതി എല്ലാം. ദി മിലിറ്ററി റെഷീംസ് ആർ അതോറിറ്റേറിയൻ ഇൻ തേർഡ് വേൾഡ് കൺട്രീസ്. അപ്പോൾ ഈ തേർഡ് വേൾഡ് കൺട്രീസിലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്വഭാവമാണ് സൈനിക മേഖലയെല്ലാം എന്താണ്? അതോറിറ്റേറിയൻ ആണ്. എന്ന് വെച്ചാൽ എന്താ അതോറിറ്റേറിയൻ? ഒരു ഏകാധിപത്യ പ്രവണത, ആധികാരിക പ്രവണതയുള്ള മിലിറ്ററി മേഖലകളാണ്. അത് ഇറ്റ് എൻകറേജസ് പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ. രാഷ്ട്രീയ മത്സരങ്ങൾക്കാണ് ഇവരെന്ത് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നത്. മിലിറ്ററി മെൻ ഹാവ് എ പൊളിറ്റിക്കൽ ഓർ ആൻ ആൻറ്റി പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദ പ്രോബ്ലം ഓഫ് ഗവൺമെൻറ്. ചിലപ്പോൾ ഈ മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്താണ്, ഒന്നുകിൽ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ വിരുദ്ധവുമായ ഒരു ആറ്റിറ്റ്യൂഡ് ഇതിനോട്, ഗവൺമെൻറ് നയങ്ങളോട് അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതായത് മിലിറ്ററി റൂൾ ക്യാൻ ബി സീൻ ഇൻ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ആൻഡ് ആഫ്രിക്കൻ കൺട്രീസ്. ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ഒക്കെ എന്താ ഈ മിലിറ്ററിയുള്ള ഉദാഹരണം നമുക്ക് നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ പറയാം. പാകിസ്ഥാനിൽ ഏകദേശം 1947 മുതൽ 2015 വരെയുള്ള പാകിസ്ഥാനിൻ്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഭൂരിപക്ഷ കാലവും ആരുടെ ഭരണമായിരുന്നു? മിലിറ്ററി ആയിരുന്നു. പക്ഷേ മിലിറ്ററി ഭരണമായിരുന്നു. അതോടൊപ്പം തന്നെ എന്താണ് ആ മിലിറ്ററിയുടെ ഒരു ഇൻറ്റൻസിറ്റി കുറയ്ക്കുവാൻ വേണ്ടി ചില സന്ദർഭങ്ങളിൽ എന്താ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് എവിടെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്? പാകിസ്ഥാൻ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഡെമോക്രസി ഉണ്ടായിരുന്നത് വളരെ കുറച്ച് കാലം മാത്രം. നമ്മുടെ ബേനസീർ ഭൂട്ടോ ഭരിച്ചിരുന്നപ്പോൾ നവാസ് ഷെരീഫിൻ്റെ കാലഘട്ടം, അതൊക്കെ നമുക്ക് അവിടെ എന്താ സുൽഫിക്കർ അലി ഭൂട്ടോയുടെ കാലഘട്ടം, കുറച്ച് മാത്രമേ എന്താ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് പാകിസ്ഥാൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ മിലിറ്ററി ആണല്ലോ. ജനറൽ അയ്യൂബ് ഖാൻ, ജനറൽ യാഹ്യ ഖാൻ, അതിനുശേഷം വന്ന സിയാഉൾ ഹക്ക്, പിന്നെ വേറൊരാളുണ്ടായിരുന്നു എർഷാദ് എന്നും പറഞ്ഞൊരു മിലിറ്ററി ഡിക്റ്റേറ്റർ ഉണ്ടായിരുന്നു. ദെൻ ലേറ്റസ്റ്റ് നമുക്ക് പറയാൻ കഴിയുന്നത് എന്താ ഈവൻ പർവസ് മുഷാറഫ്. ഏകദേശം 10 വർഷത്തോളം അദ്ദേഹം എന്ത് ചെയ്തു? ഭരിച്ചു. അപ്പോൾ അവിടെ ഒരു അത് പാകിസ്ഥാൻ എന്ന് പറയുന്ന തേർഡ് വേൾഡ് കൺട്രീസ്. തേർഡ് വേൾഡ് കൺട്രീസ് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താ? മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ്റെ ഓവർ ഇൻവോൾവ്മെൻറ്റ് എന്ത് ചെയ്യുന്നു? ഉണ്ടാവും. അതായത് റോൾ ഓഫ് മിലിറ്ററി ഇൻ ഏഷ്യൻ കൺട്രീസ് വിസിബിൾ ഇൻ പാകിസ്ഥാൻ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. മിലിറ്ററി ഇൻ്റർവെൻഷൻ ഇൻഡിക്കേറ്റ്സ് ദ ലോ ലെവൽ ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ ഇൻ തേർഡ് വേൾഡ് കൺട്രീസ്. അതായത് മിലിറ്ററിയുടെ ഇൻവോൾവ്മെൻറ്റ് ഉള്ളത് കൊണ്ട് എന്താണ് തേർഡ് വേൾഡ് കൺട്രീസിൽ ഒരു പൊളിറ്റിക്കൽ കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ എന്താ കഴിയുന്നത്. ഏറ്റവും ഉദാഹരണമാണ് നമ്മുടെ തൊട്ടടുത്ത രാജ്യം പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഇനി മോസ്റ്റ് ഓഫ് ദി തേർഡ് വേൾഡ് കൺട്രീസ് ഹാവ് പരോക്കിയൽ പൊളിറ്റിക്കൽ കൾച്ചർ. അപ്പോൾ വളരെ സങ്കുചിതമായ ഒരു ഭാഗികമായ രാഷ്ട്രീയ സംസ്കാരമാണ് എവിടെയുള്ളത്? തേർഡ് വേൾഡ് കൺട്രീസിലുള്ളത്. സോ പീപ്പിൾ ഡു നോട്ട് ഹാവ് നോളജ് അബൌട്ട് ദ പൊളിറ്റിക്കൽ സിസ്റ്റം. ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ്. ജനങ്ങൾക്ക് എന്താ രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് ഇല്ലാത്ത അവസ്ഥ. അതുപോലെ തന്നെ എന്താണ് ദ കൊളോണിയൽ ഡോമിനേഷൻ ഈസ് ദ മേജർ റീസൺ ഫോർ ദി എത്നിക് ഡിഫറൻസ്. ദ കൊളോണിയൽ ഡോമിനേഷൻ ഈസ് ദ മേജർ റീസൺ ഫോർ. എന്തുകൊണ്ട് ഇങ്ങനെ പീപ്പിളിന് ജനങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടിൽ അറിവില്ല എന്ന് പറയാനുള്ള കാരണം അന്നുണ്ടായിരുന്ന കോളനി മേധാവിത്വം. ഇനി എത്നിക് ഡിഫറൻസസ് ആൾസോ ഡെവലപ്ഡ് ഇൻ ദിസ് തേർഡ് വേൾഡ് കൺട്രീസ്. എത്നിക് ഡിഫറൻസസ് വംശീയപരമായിട്ടുള്ള വേർതിരിവുകൾ നമുക്ക് കാണാം. ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ഹാവ് നോ ഓട്ടോണമി, അതോറിറ്റി ആൻഡ് പ്രസ്റ്റീജ്. പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇതില്ല, ഓട്ടോണമി ഇല്ല, അതോറിറ്റി ഇല്ല, അവർക്ക് പ്രസ്റ്റീജ്, അവർക്ക് അന്തസ്സോ ഇല്ലാത്തൊരവസ്ഥ. റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി ഹാവ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ഏഷ്യ, ആഫ്രിക്ക. Change had taken place in two forms: concern of power and by military, and then turned into one party system. എന്താണ് ഇവിടെ
റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണ് എവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഏഷ്യയിലും ആഫ്രിക്കയിലെയും രാജ്യങ്ങളിനകത്തുള്ളത്. അവിടെ എന്താ ചേഞ്ച് ഉണ്ടാകുന്ന പ്രധാനമായിട്ട് രണ്ട് രീതിയിലായിരിക്കാം. ഒന്ന് പവറിൻ്റെ അടിസ്ഥാനം, രണ്ടാമത്തത് ആ സിസ്റ്റത്തെ എത്തിയ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി അവിടെ വൺ പാർട്ടി സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്ന അവസ്ഥയാണ്. ഇപ്പം ചൈനയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ വൺ പാർട്ടി സിസ്റ്റമാണുള്ളത്, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന അവരുടെ ഭരണമാണുള്ളത്. പണ്ട് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു, ഡിസിൻറ്റഗ്രേഷനോടുകൂടി എന്ത് ചെയ്തു? തകർന്നു പോയൊരവസ്ഥ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലും തിരിച്ചു വന്നിട്ടുണ്ട് വൺ പാർട്ടി സിസ്റ്റം എന്ന് പറയും. ഇനി ഇസ്രയേൽ ആൻഡ് ടർക്കി ഹാവ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് ആൻഡ് മൾട്ടി പാർട്ടി പാർലമെൻ്ററി സിസ്റ്റം ഇൻ സിറിയ, ലെബനൻ, ഇറാഖ്. അപ്പോൾ നോക്കി, ഇസ്രയേലും ടർക്കിയിലും കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ്റാണ്. ഇനി മൾട്ടി പാർട്ടി പാർലമെൻറ്റ് സിസ്റ്റമാണ് സിറിയയിലും ലെബനനിലും കാണാൻ കഴിയപ്പെടുന്നത്. സോ അതുപോലെ തന്നെ ഇറാഖ്, സൗദി അറേബ്യ, ഇറാൻ, there are conflict between conservatives and westernized urban group culture. ഇറാഖിലായാലും പിന്നെ സൗദി അറേബ്യയിലായാലും എന്താണ് അവിടുത്തെ പരമ്പരാഗതവാദികളും അതുപോലെ എന്താണ് വെസ്റ്റേൺ അർബൻ ഗ്രൂപ്പും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കാണാൻ കഴിയും. സോ ദ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, അഫ്ഗാനിസ്ഥാൻ ആൻഡ് സൗദി അറേബ്യ എക്സ്പ്ലെയിൻ ദീസ് അൺസ്റ്റേബിൾ പൊളിറ്റിക്കൽ പ്രോസസ്. കുവൈറ്റിലും ഇറാഖിലും ഒക്കെ ഉണ്ടായ ഡെവലപ്മെൻറ്റ്സ് അല്ലേ. ഇറാഖിൽ തന്നെ എന്താണ് അമേരിക്കയുടെ ഇൻവോൾവ്മെൻറ്റ് മൂലമാണ് ഒരു നല്ലൊരു ഭരണ സംവിധാനം അവിടെ എന്ത് ചെയ്തത്? ഇല്ലാതെ. അപ്പം അങ്ങനെ ഈ ഓരോരോ അഫ്ഗാനിസ്ഥാനിലും അവിടെയും ആരുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായി? അമേരിക്കയുടെ ഇൻവോൾവ്മെൻറ്റ്. പല രാജ്യങ്ങളിലും എന്താണ് നമ്മുടെ ആ ഒരു അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സ് അതൊരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു? മാറിക്കൊണ്ടിരിക്കുക. ഇത്രയാണ് ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ഫീച്ചേഴ്സ്.